ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയെ വളയാനാണ് ഇസ്ലാമിക നാറ്റോ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. കാരണം അതിൽ ബംഗ്ലാദേശ് ചേരുന്നുണ്ട്. ഇപ്പോൾ ഇറാനെ അവരതിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഇറാൻ ആ ക്ഷണം നിരസിച്ചിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ ഒരു ചരിത്രത്തിൽ ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഇസ്ലാമിക നാറ്റോ ഇറാനെ അംഗമായി ക്ഷണിക്കണമെങ്കിൽ അതിനകത്ത് സൗദി അറേബ്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇപ്പോൾ ബംഗ്ലാദേശ് ചേരാൻ പോകുന്നു. അങ്ങനെ പല രാജ്യങ്ങളും അതിനകത്തുണ്ട്. തുർക്കി അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഈജിപ്റ്റ് ചേരുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ നമുക്കറിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെ ഈ നാറ്റോ, ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന ഒരു സാധനം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്താണ് ഇപ്പോൾ ഇറാനും കൂടെ വരാൻ പോകുന്നത് എന്നൊരു ശ്രുതി കേൾക്കുന്നത്. പക്ഷേ ഇറാൻ അത് നിരസിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇസ്ലാമിക് നാറ്റോയിൽ ഇറാൻ ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ എനിക്ക് അവിടെ ഒരു ഡൗട്ടുള്ളത്, ഈ സൗദി അറേബ്യയും അമേരിക്കയും നല്ല ടേംസിലാണ്, തുർക്കിയും അമേരിക്കയും നല്ല ടേംസിലാണ്, പാകിസ്ഥാനും അമേരിക്കയും എല്ലാം നല്ല ടേംസിലാണ്. അപ്പോൾ ഇറാൻ അമേരിക്കയും ശത്രുതയിലാണ്. എങ്ങനെ ഇറാൻ ഈ ഇസ്ലാമിക നാറ്റോയിൽ വരുമ്പോൾ അമേരിക്ക ഇത് സഹിക്കും എന്നുള്ളത് എൻ്റെ ഒരു ഡൗട്ടാണ്. രണ്ടാമത്തെ കാര്യം, അസീം മുനീർ ടെഹ്റാനിൽ എത്തുന്നുണ്ട്. ട്രംപ് നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, തുർക്കിക്ക് നേരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. സിറിയയിലെ തുർക്കി സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യ അടക്കമുള്ള, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു നോട്ടപ്പുള്ളിയാണ്. അപ്പോൾ തുർക്കിക്ക് നേരെ ഏത് നിമിഷവും ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇസ്രായേൽ അത് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ചേട്ടാ, ഇത് ഇസ്ലാമിക് നാറ്റോ ഇന്ത്യക്ക് എതിരാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അപകടകരമല്ലേ? ഇത് ഇസ്ലാമിക നാറ്റോ വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യങ്ങളല്ല, ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. എല്ലാ 54 ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷെ അതൊരു കടലാസ് പുലിയാണ് എന്ന് തന്നെ അവർ തന്നെ പറയുന്നത്. ആ രാജ്യങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇവര് ഇടയ്ക്കിടയ്ക്ക് കൂടും, ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കും. മിക്കവാറൊക്കെ നമുക്കൊക്കെ എതിരെയൊക്കെയുള്ള പ്രമേയങ്ങളാണ് കൂടുതൽ പാസ്സാക്കുന്നത് എന്നുള്ള കവിഞ്ഞൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ വന്നിപ്പോൾ ഇസ്ലാമിക നാറ്റോ രൂപീകരിച്ചിരിക്കുന്നു. ഇതിനകത്തേക്ക് ഇറാൻ പോകുമോ എന്ന് വെച്ചാൽ മനുഷ്യ ആദ്യം പറഞ്ഞ പോയിന്റൊക്കെ അവർ നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും സാധ്യമാകുന്ന ഒരു കാര്യമല്ലത്. ഒന്ന്, ഈ പറയുന്ന അമേരിക്ക സൗദിയിൽ മാത്രമല്ല, ഗൾഫിലുടനീളം, മിഡിൽ ഈസ്റ്റിലുടനീളം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ പണം വലിയ രീതിയിൽ വിപണിയിൽ ഇറക്കിയിരിക്കുന്നതും, ഇല്ലെങ്കിൽ അവരുടെ ഒരു ഖനിയാണത് മിഡിൽ ഈസ്റ്റ്. അത് പെട്ടെന്ന് ആ ബന്ധം പൊട്ടിച്ചെറിയ അസാധ്യമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു ഇസ്ലാമിക നാറ്റോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇപ്പുറത്തൊരു എതിർചേരി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള രാജ്യങ്ങൾ ഒന്നിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഒക്കെ അതൊരു ശക്തി പകരുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കുറച്ചുകൂടി ഹൈപ്പ് കിട്ടുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിന് ഇത് എത്രത്തോളം സാധ്യതയുണ്ട്, ഇനി അഥവാ പോയി ഒപ്പിട്ടു എന്ന് കരുതിയാലും ഇപ്പോ ഈ ഒരുപക്ഷെ ഇത് ഭാവിയിൽ സാധ്യമാകും. അവിടെ ഞാൻ കാണുന്ന ഒരു ഓപ്ഷൻ എവിടെയെന്ന് വെച്ചാൽ, ഈ വെസ്റ്റ് ബാങ്ക് ഒക്കെ പിടിക്കാൻ ഇസ്രായേൽ നീക്കം തുടങ്ങുകയും വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ പറയുന്ന കണക്ക് അതിന് ഇപ്പൊ ഇസ്ലാമിക നാറ്റോ ഒന്നും വേണമെന്നില്ല, ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർക്കാൻ സാധ്യതകൾ ഉണ്ട്. അത് എത്രത്തോളം വിജയിക്കും ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതാണ് ഒന്നാമത്തേതിലെ കാര്യം. ഇറാൻ ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഹോർമുസിൽ നിന്ന്, കാരണം അവർക്ക് കടുത്ത ഉപരോധം ഇന്ന് രാത്രി പ്രഖ്യാപിക്കുക ട്രംപ്. അതായത് ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉപരോധം. അവരുമായി ചേരുന്ന ഏത് രാജ്യത്തിനെതിരെ ഉപരോധം വരും. പ്രത്യേകിച്ച് ഷിപ്പിംഗ്, വിമാനം. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗൾഫിലെ എല്ലാ താവളങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളെല്ലാം ഞങ്ങൾ ആക്രമിക്കുന്നതാണ്. അതായത് ഗൾഫ് രാഷ്ട്രങ്ങളെയാണ് ഇറാൻ വാൺ ചെയ്യുന്നത്. അതിന് അവർക്കുള്ള കരുത്തുമുണ്ട്. അവർക്ക് ഈ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള കരുത്തുമുണ്ട്. അപ്പോൾ അതൊരു ശാശ്വതമായ സഖ്യത്തിലേക്ക് ഇറാൻ വരുമോ എന്നറിയില്ല. എന്തായാലും അവർ ക്ഷണിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ക്ഷണിക്കും. അതിനകത്ത് എത്രത്തോളം അത് മുമ്പോട്ട് പോകുമെന്നുള്ള സംശയമാണ്. മറ്റുള്ള രാജ്യങ്ങൾ നിൽക്കുന്നതിനൊക്കെ ഇറാൻ വന്ന് നിൽക്കാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്ക ഇന്നിപ്പോ ഒരു കടുത്ത സാമ്പത്തിക ഉപരോധം കൂടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇറാന്റെ കളി മാറും. ഈ ബാക്കിയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇറാനെ സഹായിക്കുമോ? ഉപരോധത്തിൽപ്പെട്ട് ഒഴിയുമ്പോൾ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ പിന്നെയും കുറച്ചുകൂടെ കലിപ്പാകുകയും കൂടുതൽ ആക്രമണം നടത്താൻ സാധ്യതയുമുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സിറിയ ബോർഡറിൽ, അതായത് ഇസ്രായേൽ സിറിയ ബോർഡറിലുള്ള, അതായത് കൃത്യമായി പറഞ്ഞാൽ ആഗസ്റ്റ് 18 ഈ അബു അൽ ദുഹൂർ എന്ന് പറയുന്ന ഒരു വ്യോമത്താവളം, അത് തുർക്കി നിർമ്മിക്കുന്ന വ്യോമത്താവളമാണ്. ഈ തുർക്കി അവിടെ കുറെ നാളായിട്ട് സിറിയയിൽ പിടിമുറുക്കുന്നുണ്ട്. ഈ ട്രംപും ഇസ്രായേലും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അൽ അസദ് സർക്കാർ ഉണ്ടായിരുന്നു. ഈ അൽ അസദ് സർക്കാർ അവിടുന്ന് തകർത്ത് കളയുകയും അസദ് കോടിക്കണക്കിന് രൂപയായിട്ട് റഷ്യയിലേക്ക് മുങ്ങുകയും ചെയ്തിരുന്നു, പലായനം ചെയ്യുകയും ചെയ്തിരുന്നു.
അത് ഇറാൻ റഷ്യ പിന്തുണയോടുകൂടിയായിരുന്നു അസദ് സിറിയ ഭരിച്ചിരുന്നത്. അതിനെ തകർത്തെറിഞ്ഞത് ട്രംപും കൂട്ടരുമാണ്. അതായത് ഈ യുക്രൈൻ വാറും ഒക്കെ വന്ന് നിന്ന സമയത്ത് തകർത്തെറിയും. അന്ന് ഒരു വലിയ പ്രഖ്യാപനമൊക്കെ ട്രംപ് നടത്തി. ഇനി സിറിയയിൽ നിന്ന് എണ്ണ ഒഴിക്കുന്നത് സൗദി ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു വലിയ പ്രഖ്യാപനവും നടത്തി. അപ്പൊ ഈ ഗ്യാപ്പ് നോക്കി ഈ സിറിയയിലേക്ക് നമ്മുടെ തുർക്കി കടന്നു വന്നു. കാരണം റഷ്യയും ഇറാനും ഒക്കെ പോയി, ഇനിയിപ്പോ അവിടെ ഒരു ആള് വേണമല്ലോ. അപ്പൊ തുർക്കി അവിടേക്ക് കടന്നു വരികയും തുർക്കി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക്, സൈനിക സഹായങ്ങൾ, സൈനിക ഉപകരണങ്ങൾ ഇതൊക്കെ നൽകാൻ തുടങ്ങി. അങ്ങനെ അസദിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തികളായി തുർക്കി മാറുകയായിരുന്നു. അങ്ങനെ മാറി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഇസ്രായേൽ വാൺ ചെയ്യുന്നുണ്ട്, സിറിയയിൽ വേറൊരു രാജ്യത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുവദിക്കില്ല, പ്രത്യേകിച്ച് തുർക്കി അവിടെ കടന്നു വരുന്നത്, തുർക്കി തന്നെയാണ് അവർ പറയുന്നത്, ഞങ്ങൾ അനുവദിക്കില്ല. ഈ അടുത്ത കാലത്തായിട്ട് തുർക്കി വലിയ രീതിയിൽ തന്നെ സൈനിക വിന്യാസം ഈ സിറിയ നടത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം, തുർക്കിയും ഇസ്രായേലും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. അവര് അകലുക മാത്രമല്ല, വല്ലാത്ത രീതിയിൽ അകന്നു നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കണക്ക് തന്നെയാണ് അത് നിൽക്കുന്നത്. കാരണം തുർക്കിയുടെ തുറമുഖങ്ങളെല്ലാം ഇസ്രായേലിന്റെ മുമ്പിൽ അടച്ചിരിക്കുകയാണ്. അവിടെ വ്യോമ പാത ഇസ്രായേലിന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ പ്രസിഡന്റ് അസർബൈജാനിലേക്ക് പോകുന്ന സമയത്ത് അതിന് പാത അനുവദിച്ചൊന്നുമില്ല, അതിൽ തുർക്കിക്ക് മുകളിൽ കൂടെ പറക്കാൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നിലനിൽക്കുന്നുണ്ട്. അപ്പം ആഗസ്റ്റ് 18 ഒരു ആക്രമണം ഇസ്രായേൽ തുർക്കിക്ക് നേരെ തുർക്കിയുടെ സൈനിക താവളത്തിൽ നേരെ നടത്തിയിട്ടുണ്ട്. പക്ഷെ തുർക്കി ഇതിനെ പ്രതികരിച്ചിട്ടില്ല. തുർക്കി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അടുത്ത ഒരു യുദ്ധം ഇതായി. പക്ഷെ ഈ യുദ്ധം അമേരിക്ക ഇറാൻ യുദ്ധം കണക്ക് ചെറുതല്ല, കുറച്ചുകൂടി വലിയ യുദ്ധം തന്നെയായിരിക്കും. നമ്മൾ വിചാരിക്കും, നമ്മൾ നേരത്തെ മുമ്പ് ഇറാന്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ തുർക്കി ഒരു ചെറിയ രാജ്യമല്ല, അത്യാവശ്യം സൈനികപരവും കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ്. ഇസ്രായേലുമായി ചിലപ്പോൾ നടത്തുന്ന യുദ്ധം നീണ്ടു നിൽക്കാനും ഘോരമാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ അമേരിക്ക ഇതിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ടും നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണ് തുർക്കി എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ അത് എങ്ങനെ പോകുമെന്നറിയില്ല. ഇപ്പൊ നിലവിൽ അവർ അസർബൈജാനിൽ വെച്ച് ബാക്ക്ഡോർ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട് യുദ്ധം തീർക്കാനുള്ളത്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഈ ഇസ്രായേൽ തുർക്കി അടി ഉണ്ടാവും, 100% ഉറപ്പാണത്. കാരണം അത് അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന രണ്ടെണ്ണമാണ്. ഒരുപക്ഷെ താൽക്കാലികമായിട്ട് അവർ ഇതിൽ നിന്നൊക്കെ മാറി നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇസ്ലാമിക നാറ്റോ അതിൽ ഇടപെടുമോ? കാരണം ഇസ്രായേല് ചുണ്ണാമ്പ് തൊട്ട് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരിപ്പൊ തന്നെ അതിന്റെ അസീം മുനീറിന്റെ അടക്കമുള്ള പേരുകളാണ്. അസീം മുനീറിനെ കൊല്ലാൻ ഒരു നീക്കം നടന്നിരുന്നല്ലോ, ഒരു കൺവെൻഷനായിട്ട് അസീം മുനീർ എത്തിയപ്പോഴേക്കും അങ്ങനെ ഒരു വാർത്തയൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുമായിട്ടൊരു സംഘർഷത്തിലേക്കുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഒരു വശത്ത് ഈ അറബ് നാറ്റോ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനം, മറുഭാഗത്ത് അതിനെതിരെ അതെല്ലാം കലങ്ങി മറിയുന്ന തരത്തിലേക്കൊരു യുദ്ധം. ഇപ്പൊ ഈ സമയത്ത് ഇസ്രായേൽ തുർക്കി യുദ്ധം ഉണ്ടാകുകയും അതേസമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് കലങ്ങി മറിയും. ഇറാൻ അമേരിക്ക വാർ അത് കണക്കന്നെ നിലനിൽക്കുന്നു, റഷ്യ ഉക്രൈൻ വാർ അത് കണക്കന്നെ നിലനിൽക്കുന്നു. അങ്ങനെ വരും ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാൻ കഴിയില്ല.